Hello everyone, welcome back to Liter Huddles. Let's learn together. Today, Liter Huddles is in front of you with the important points from the lesson Understanding Refugeeism, an Introduction to Tibetan Refugees in India by Mallika Mishra. First of all, let's start with the author itself, Mallika Mishra. Mallika Mishra is a research scholar and a sociologist. She specializes in the area of education. She has a doctorate from JNU, New Delhi. She was awarded the Zarari CSDS Independent Research Fellowship and a postdoctoral research scholarship by the Center for Development Studies, Thiruvananthapuram. Currently, she is a consultant with the National Council of Rural Institutes. മല്ലിക മിശ്ര ഒരു റിസർച്ച് സ്കോളറും ഒരു സോഷ്യോളജിസ്റ്റുമാണ്. സോഷ്യോളജിസ്റ്റ് എന്ന് വെച്ചാൽ എ പേഴ്സൺ ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ ഹ്യൂമൻ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ മല്ലിക മിശ്ര സ്പെഷ്യലൈസ് ചെയ്തത് എഡ്യൂക്കേഷൻ എന്ന ഏരിയയിലാണ്. ന്യൂഡൽഹി JNUവിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ച അവർക്ക് തിരുവനന്തപുരം സെൻറ്റർ ഫോർ സ്റ്റഡീസ് സരാരെ CSDS ഇൻഡിപെൻഡൻറ്റ് റിസർച്ച് ഫെലോഷിപ്പ് അവാർഡും അതുപോലെ തന്നെ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് സ്കോളർഷിപ്പും നൽകി ആദരിച്ചിട്ടുണ്ട്. This lesson is an extract from the research scholar Mallika Mishra's book Tibetan Refugees in India. This book provides a fundamental idea of refugeeism. ഈ ബുക്കിൻ്റെ പിക്ചറാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. The essay examines the international dimensions of refugee problems and the two theoretical approaches to ethnic identity. നമുക്ക് പഠിക്കാനുള്ള ഭാഗം ടിബറ്റൻ റെഫ്യൂജീസ് ഇൻ ഇന്ത്യ എന്ന ബുക്കിൽ നിന്നും എടുത്തതാണ്. റെഫ്യൂജിസം എന്ന ഐഡിയയെക്കുറിച്ച് ഒരു ടോട്ടൽ ഐഡിയ നമുക്ക് ഈ ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ റെഫ്യൂജി പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്ന് എക്സാമിൻ ചെയ്യുകയും രണ്ട് തിയറികൾ എത്നിക് ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. എത്നിക് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ വംശീയപരമായ ഐഡൻറ്റിറ്റി എന്നാണ്. ഇനി നമുക്ക് നോക്കാം ഹൂ ഇസ് എ റെഫ്യൂജി എന്ന്. A refugee is a person who flee from the home or country seeking elsewhere as in a time of war or political or religious persecution. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയപരമോ മതപരമോ ആയ കാര്യങ്ങൾ കൊണ്ടോ യുദ്ധത്തിൻ്റെ സമയത്തോ താൻ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഭയം മൂലം തൻ്റെ നാട്ടിൽ നിന്നോ സ്വന്തം രാജ്യത്തിൽ നിന്നോ പുറപ്പെട്ട് മറ്റെവിടേക്കെങ്കിലും ചെന്ന് അവിടെ അഭയം പ്രാപിക്കുന്നവനെ അല്ലെങ്കിൽ അവളെ റെഫ്യൂജി എന്ന് വിളിക്കാം. Now let's see how UN Convention on the Status of Refugees define a refugee. The 1951 UN Convention on the Status of Refugees defines a refugee as a person who, owing to a well-founded fear of persecution for reasons of race, religion, nationality, membership of a particular social group, or political opinion, is outside the country of his nationality and is unable or unwilling to make use of the protection of that country. അതായത് 1951 നടന്ന UN കൺവെൻഷനിൽ വെച്ച് റെഫ്യൂജി എന്ന ടേമിന് അവർ കൊടുത്ത ഡെഫിനിഷനാണ് ഈ പറയുന്നത്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അതായത് ചിലപ്പോൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഭയം കൊണ്ടോ തൻ്റെ വംശം, മതം, നാഷണാലിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ഭാഗമായി പോയതുകൊണ്ടോ തൻ്റെ സ്വന്തം കൺട്രിയുടെ പ്രൊട്ടക്ഷൻ ലഭിക്കാത്ത വിധം അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയോ മാറി താമസിക്കേണ്ടി വരികയോ ചെയ്യുന്നവനെ അല്ലെങ്കിൽ അവളെ റെഫ്യൂജി എന്ന് വിളിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൂ ഇസ് എ റെഫ്യൂജി എന്ന ക്വസ്റ്റ്യനുള്ള പല ഡെഫിനിഷൻസ് ആണ്. നോക്കാം. The refugee category is defined by the trauma and stress, persecution and danger, loss and isolation, a feeling of rootlessness and alienation characterize their experience. Owing to such fear, he is unable or unwilling to make use of the protection of that country. Refugees are a special group of people who are forcibly uprooted from their native soil and transplanted in a different environment. They are usually seen as a heterogeneous category of people. അഭയാർത്ഥി എന്ന വിഭാഗത്തെ ഡിഫൈൻ ചെയ്യുമ്പോൾ സാധാരണയായി ഉപയോഗിച്ച് കണ്ടുവരുന്ന ടേംസ് ആണ് ട്രോമ ആൻഡ് സ്ട്രെസ്. ട്രോമ എന്ന് വെച്ചാൽ ആഘാതം എന്നാണ് മീനിങ്. അതുപോലെ തന്നെ അപകടപ്പെട്ടേക്കാം അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഭയം. പിന്നെ നഷ്ടങ്ങളും ഒറ്റപ്പെടലുകളും തൻ്റെ വേരുകൾ തന്നെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അന്യവൽക്കരിക്കപ്പെട്ടു എന്ന തോന്നലുകളുമൊക്കെ നമുക്ക് ഈ ഒരു ടേമിനെ, അഭയാർത്ഥി എന്ന ടേമിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ സാധാരണയായി കണ്ടുവരാൻ സാധിക്കുന്നതാണ്. ശരിക്കും ഒരു അഭയാർത്ഥി അല്ലെങ്കിൽ റെഫ്യൂജിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സത്യവുമാണ്. ഇത്തരത്തിലുള്ള ഭയങ്ങൾ കൊണ്ട് അവർക്ക് തങ്ങളുടെ രാജ്യം നൽകുന്ന സംരക്ഷണം ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ വരികയോ അതിന് താല്പര്യമില്ലാതെയോ ഒക്കെ ഇരിക്കാം. റെഫ്യൂജീസ് എന്നാൽ സ്വന്തം ഇഷ്ടങ്ങൾ കൊണ്ട് സ്വന്തം നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരൊന്നുമല്ല, മറിച്ച് ഫോഴ്സ്ഫുള്ളി തൻ്റെ നേറ്റീവ് സോയിൽ നിന്ന് വേരോടെ പിഴുതു മാറ്റി പരിചയമില്ലാത്ത മറ്റൊരു എൻവയോൺമെൻറ്റിലേക്ക് മാറ്റി നടപ്പെട്ട ആൾക്കാരാണ്. വൈവിധ്യങ്ങളായ റീസൺസ് കൊണ്ട് റെഫ്യൂജീസ് ആയി പോയ ആൾക്കാരെ നമുക്കിന്ന് ലോകത്തിൽ കാണാൻ സാധിക്കും. Now let's see the origin of the term refugee. The term refugee was originally coined in the West to refer to the French Protestants who flee from the forced conversion policy of the French in the late 17th century. Towards the end of the 18th century, refugees began to be considered as the people who leave their country in times of distress and stress. Refugee എന്ന term originally coined ചെയ്തത് വെസ്റ്റേൺ കൺട്രീസിലെ ജനങ്ങളായിരുന്നു.
17th സെഞ്ചുറിയുടെ അവസാനത്തോടുകൂടി നിർബന്ധിത കാത്തലിക് കൺവേർഷനെ ഭയന്ന് ഫ്രാൻസിൽ നിന്ന് പലായനം ചെയ്ത പ്രൊട്ടസ്റ്റൻസിനെയാണ് ആദ്യമായിട്ട് റെഫ്യൂജീസ് എന്ന് വിളിച്ചത്. പിന്നീട് 18th സെഞ്ചുറിയുടെ അവസാനത്തോടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മൂലം സ്വന്തം രാജ്യം വിട്ട് മറ്റെങ്ങോട്ടെങ്കിലും പോയി അഭയം പ്രാപിക്കുന്നവരെയും റെഫ്യൂജീസ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് റെഫ്യൂജീസ് അല്ലെങ്കിൽ മറ്റ് ഇമിഗ്രൻസ് അല്ലെങ്കിൽ എത്നിക് മൈനോറിറ്റീസ് ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ റെഫ്യൂജീസ് ആൻഡ് അതർ ഇമിഗ്രൻസ് ആൻഡ് എത്നിക് മൈനോറിറ്റീസ്. Refugees are the people who flee from the home or country seeking refuge elsewhere, as in the time of war or political or religious persecution. Immigrants and ethnic minorities move other country in search of greener pastures to improve their economic position. അഭയാർത്ഥികളും കുടിയേറ്റക്കാരും എത്നിക് മൈനോറിറ്റീസും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ നോക്കുന്നത്. എത്നിക് മൈനോറിറ്റീസ് എന്നാൽ വംശം കൊണ്ടോ നിറം കൊണ്ടോ മതം കൊണ്ടോ ഒരു നാട്ടിലെ സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തരായവരെ വിളിക്കുന്ന ടേമാണ്. റെഫ്യൂജീസ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, യുദ്ധം കാരണമോ മതപരമായ എന്തെങ്കിലും റീസൺസ് കൊണ്ടോ രാഷ്ട്രീയപരമായുള്ള റീസൺസ് കൊണ്ടോ താൻ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഭയത്തോടെ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും അഭയം തേടി പോകുന്നവരാണ്. പക്ഷേ ഇമിഗ്രൻസ് അല്ലെങ്കിൽ എത്നിക് മൈനോറിറ്റീസ് എന്ന് വെച്ചാൽ സ്വന്തം ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കാശ് സമ്പാദിക്കുന്നതിനുമായിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നവരാണ്. അഭയാർത്ഥികളും പ്രവാസികളും തമ്മിൽ അല്ലെങ്കിൽ കുടിയേറ്റക്കാരും തമ്മിൽ നല്ല അന്തരമുണ്ട് കേട്ടോ. Now let's see the refugee problem. The refugee problems was recognized as an international problem requiring global cooperation in 1921 to 22. But the real movement to protect the refugees began with the Universal Declaration of Human Rights, which was established in 1948. It proclaimed basic human rights for all human beings irrespective of nationality. It was recognized that refugees are not simply victims of human rights violations. They represent a distinct group of individuals who are not in the protection of a national state. അഭയാർത്ഥി പ്രശ്നം ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി തിരിച്ചറിഞ്ഞതും ആഗോളതലത്തിൽ ഇതിന് വേണ്ട സഹകരണം ഉണ്ടാവണം എന്നൊക്കെ തീരുമാനിച്ചതും 1921-22 കാലഘട്ടത്തിലാണ്. അതായത് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ കാലഘട്ടത്തിൽ. യുദ്ധം മൂലം അനേകായിരം ആളുകൾ അഭയാർത്ഥികളായി മാറിയിരുന്നു ആ സമയത്ത്. ബട്ട് റെഫ്യൂജീസിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ദ റിയൽ മൂവ്മെൻറ്റ് വന്നത് 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വരവോടുകൂടി. അഭയാർത്ഥികളായി മാറിയ ഇത്തരം ആൾക്കാരുടെ നാഷണാലിറ്റി ഒന്നും നോക്കാതെ തന്നെ അവർക്ക് ആവശ്യമായ അടിസ്ഥാന മനുഷ്യാവകാശം ലഭിക്കണമെന്ന് ഈ സംഘടന വാദിക്കുകയും അതിനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട വെറും വിക്ടിംസായി മാത്രമായിരുന്നില്ല ഹ്യൂമൻ റൈറ്റ്സ് അവരെ പരിഗണിച്ചിരുന്നത്. മറിച്ച് ഒരു നേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കാതെ പോയ വ്യത്യസ്തരായ ഒരു കൂട്ടം ആൾക്കാരായിട്ടായിരുന്നു. Again, moving to the refugee problem. The international system of refugee law was adopted to replace the protection which is the responsibility of the national government. The 1951 Convention of the Status of Refugee laid down general guidelines for their protection. More than 189 states have ratified or adhered to at least one of the international human rights treaties. അഭയാർത്ഥി നിയമങ്ങളൊക്കെ ഇത്തരം ഇൻ്റർനാഷണൽ സംഘടനകൾ അഡോപ്റ്റ് ചെയ്ത് തന്നെ എന്തിനാന്ന് വെച്ചാൽ നിലവിൽ ഈ റെഫ്യൂജീസ് എന്ന് പറയുന്നത് ഏത് നാഷണാലിറ്റിയിൽപ്പെട്ടവരാണോ ആ നാഷണൽ ഗവൺമെൻറ്റിൻ്റെ അധികാര ചുമതലകളൊക്കെയും റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. 1951 UN കൺവെൻഷൻ ഓഫ് സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജീസിനെ കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. സോ ഈ റെഫ്യൂജീസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ UN കൺവെൻഷൻ ഓഫ് സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജീസ് ഇൻ 1951 ഒരു ജനറൽ ഗൈഡ് ലൈൻസ് പുറത്തിറക്കിയിരുന്നു. 189 പരം രാഷ്ട്രങ്ങൾ അഭയാർത്ഥികളെ തങ്ങളുടെ നാട്ടിലേക്ക് സ്വീകരിക്കാൻ തയ്യാറായി എന്നറിയിച്ചുകൊണ്ട് പല ഉടമ്പടികളിലും ഒപ്പുവെച്ചു. എന്നാൽ ഇന്ത്യ പോലുള്ള കുറച്ച് രാഷ്ട്രങ്ങൾ ഇതിൽ നിന്നും മാറി നിന്നു. പക്ഷേ ടിബറ്റിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെയുള്ള റെഫ്യൂജീസിനൊക്കെയും ഇപ്പോഴും ഇന്ത്യ അഭയം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഫ്രഞ്ച് ഫിലോസഫറായ സൈമൺ വെയിൽ റെഫ്യൂജീസിനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. സൈമൺ വെയിൽസ് കോൺസെപ്റ്റ് ഓഫ് റൂട്ടഡ്നെസ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദ പ്രോബ്ലംസ് ഓഫ് റെഫ്യൂജീസം, ദ ലോസ് ഓഫ് റൂട്ട്സ് ആൻഡ് ദ നീഡ് ടു സീക്ക് ദ പ്രിസർവേഷൻ ഓഫ് ദീസ് റൂട്ട്സ് ഇൻ എക്സൈൽ. അക്കോർഡിംഗ് ടു സൈമൺ വെയിൽ, to be rooted is the most important and the least recognized need of a human soul. A human being has roots by virtue of his real, active and natural participation in the life of a community. സൈമൺ വെയിലിൻ്റെ റൂട്ടഡ്നെസ് എന്ന കോൺസെപ്റ്റ് റെഫ്യൂജി പ്രോബ്ലംസിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് റെഫ്യൂജീസിനെ പറ്റിയും അവരുടെ യഥാർത്ഥ വേരുകളുടെ നഷ്ടത്തെ പറ്റിയും ഈ മറ്റൊരു കൺട്രിയിലേക്ക് പറിച്ചു മാറ്റി നട്ടുവല്ലോ അവിടെ അവരുടെ സംരക്ഷണത്തെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് സാധിക്കും. സൈമൺ വെയിലിൻ്റെ തന്നെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യാത്മാവിന് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ വേരുറപ്പിക്കുക എന്ന് പറയുന്നത് വളരെയേറെ പ്രധാനപ്പെട്ടതും എന്നാൽ ഇത് തീരെ റെക്കഗ്നൈസ് ചെയ്യപ്പെടാത്തതുമായ ഒരാവശ്യമാണ്.
ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മ്യൂണിറ്റിയിൽ ജനിക്കുകയും അവിടെ വളരെ നാച്ചുറലായിട്ട് വളരുകയും ആ സൊസൈറ്റിയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു പുണ്യമാണ് ഈ പറഞ്ഞ റൂട്ടഡ്നെസ് എന്നത്. സൈമൺ വീൽ സേസ് ദാറ്റ് rootedness is brought about by place, conditions of birth, profession, and the social surroundings. Every human being needs to have multiple roots. The whole of his moral, intellectual, and spiritual life is sustained by these multiple roots. ഒരാളുടെ വേരുകൾ അല്ലെങ്കിൽ താമസ സ്ഥലം അയാൾക്ക് ലഭിക്കുന്നത് ചിലപ്പോൾ ആ പർട്ടിക്കുലർ പ്ലേസിൽ അയാൾ ജനിക്കുന്നത് വഴിയാവാം, അതുമല്ലെങ്കിൽ അയാൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ പ്ലേസ് ആവാം അയാളുടെ റൂട്ട്, അതുമല്ലെങ്കിൽ അയാൾ വളരുന്ന സോഷ്യൽ സറൗണ്ടിങ്സും ആവാം. സൈമൺ വീൽസ് പറയുന്നത് ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും പല സ്ഥലങ്ങളിൽ റൂട്ട്സ് ഉണ്ടാവണം എന്നാണ്. ഒരു വ്യക്തിയുടെ ധാർമ്മികവും ഇൻ്റലക്ച്വലും സ്പിരിച്വലുമായ ലൈഫിനെ നിലനിർത്തുന്നത് തന്നെ ഇത്തരം വേരുകളാണ് എന്ന് സൈമൺ വീൽസ് അഭിപ്രായപ്പെടുന്നു. Now let's see the problems of refugees in our time. According to W.N. Xenox, the problems of refugees in our times is uprootedness and homelessness they experience. The space is not really geographical but rather political. W.N. Xenox എന്ന മറ്റൊരു ഫിലോസഫറിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കാലത്തുള്ള റെഫ്യൂജീസിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അപ്രൂട്ട്നെസ്സും അതുപോലെ തന്നെ പാർപ്പിടമില്ലാത്തതുമായ അവസ്ഥയാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവരുടെ പാർപ്പിട പ്രശ്നം എന്നത് ആഫ്റ്റർ ഓൾ ജോഗ്രഫിക്കൽ പ്രോബ്ലം മാത്രമല്ല, മറിച്ച് പൊളിറ്റിക്കൽ കൂടിയാണ്. Now let's see the challenges in rerouting process. Lives along with preserving their culture and identity in an alien country is a difficult task. In this context, Liza Malki's research on migrant and refugee populations is relevant. റെഫ്യൂജീസിന് അഭയം കൊടുക്കുന്ന കൺട്രീസിൽ റെഫ്യൂജീസിൻ്റെ ജീവിതവും അവരായിരിക്കുന്ന കൾച്ചർ അവിടെയും പ്രിസർവ് ചെയ്യുക എന്നുള്ളതൊക്കെ, അതുപോലെ തന്നെ അവരുടെ ഐഡൻറ്റിറ്റി എന്തോ അങ്ങനെ തന്നെ ആയിരിക്കുക, ഇവയൊക്കെ അബ്സല്യൂട്ട്ലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഈ സാഹചര്യത്തിലാണ് ലിസ മാൽക്കി മൈഗ്രൻസ് ആൻഡ് റെഫ്യൂജി പോപ്പുലേഷൻസിനെ കുറിച്ച് നടത്തിയ റിസർച്ച് പ്രാധാന്യം അർഹിക്കുന്നത്. She regards the conceptualization of process of relocation and reconstruction as a smooth journey of people who neatly pack their roots and transplant themselves into a new society in an orderly manner as erroneous. ഒരു റെഫ്യൂജി തൻ്റെ നാട്ടിൽ നിന്ന് തൻ്റെ പിഴുതുമാറ്റിയ റൂട്ട്സ് വളരെ നീറ്റായിട്ട് പാക്ക് ചെയ്ത് മറ്റൊരു കൺട്രിയിൽ, അതും പുതിയൊരു ചുറ്റുപാടിൽ കൃത്യമായി പറിച്ചു നടുക എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ്, അതായത് റീലൊക്കേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ എന്നുള്ളത് തെറ്റായ ഒരു കോൺസെപ്റ്റാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റു കുറേ പ്രോബ്ലംസ് കൂടി ഉണ്ടാവുമെന്ന് ലിസ മാൽക്കി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. According to her, such a concept ignores the fact that immigration constitutes a great legal, political, social, economic, and familial crisis. The attempt to balance tradition and modernity for survival in exile produces several tensions in both the young and the old. ലിസ മാൽക്കിയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് പറഞ്ഞ പോലുള്ള കോൺസെപ്ച്വലൈസേഷൻ പല ക്രൈസിസിനെയും ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു റെഫ്യൂജിയെ മറ്റൊരു നാട്ടിലേക്ക് പറിച്ചു മാറ്റി നടുമ്പോൾ അതിന് പിന്നിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യപരവും രാഷ്ട്രീയപരവും ഇവൻ കുടുംബപരവുമായി പല ക്രൈസിസുകളും ഉണ്ടാവുന്നു. തങ്ങളായിരുന്ന കൾച്ചറും പാരമ്പര്യവും എല്ലാം വിട്ട് മറ്റൊരു ജീവിത രീതി അല്ലെങ്കിൽ ഒരു കൾച്ചർ, അങ്ങനെ ഒരു കൾച്ചറിൽ പിന്നീട് ജീവിക്കേണ്ടി വരുമ്പോൾ അത് പ്രായമേറിയവരിലും കുട്ടികളിലുമൊക്കെ പ്രയാസകരമായ ഒരു അനുഭവം ഉണ്ടാക്കുന്നു. അതായത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പാരമ്പര്യവും ഇപ്പോഴത്തെ മോഡേണിറ്റിയും തമ്മിൽ ബാലൻസ് ചെയ്യാൻ ഇവർക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നു എന്നാണ്. Now let's move to social construction of reality. There are two major theoretical approaches on ethnic identity. First one is the primordialist approach and second one is the optional situational approach. And let's see what is the primordialist approach. The primordialist approach conceives of ethnic identity as rooted in similarities in physical appearance and common culture. Common culture may include a shared language, religion, and a sense of common origin and history. Ethnic identity persists in the face of all changes. എത്നിക് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സിമിലാരിറ്റിയിൽ അധിഷ്ഠിതമാണ്. അതായത് റെഫ്യൂജീസിൻ്റെ ഇടയിൽ തന്നെ സെയിം ലാംഗ്വേജ് സംസാരിക്കുന്നവരുണ്ടാവും, സിമിലർ റിലീജിയനിൽ പെട്ടവരുണ്ടാവും, ഒരു കോമൺ പ്ലേസിൽ ജനിച്ചു വളർന്നവരൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരേപോലുള്ള വംശീയ ഐഡൻറ്റിറ്റി ഉള്ളവരാണ് ഗ്രൂപ്പ് ഓഫ് റെഫ്യൂജി എങ്കിൽ ദാറ്റ് എത്നിക് ഐഡൻറ്റിറ്റി ആസ് എറ്റേണൽ. അതായത് എന്ത് മാറ്റങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും അവരുടെ ഐഡൻറ്റിറ്റി എന്നേക്കുമായി നിലനിൽക്കും, അല്ലെങ്കിൽ അത് മറ്റൊന്നുമായിട്ടും എഫക്റ്റഡ് ആവില്ല എന്നാണ് പ്രൈമോഡിയലിസ്റ്റ് അപ്രോച്ച് പറയുന്നത്. The next approach is optional situational approach. Let's see. The optional situational approach conceives of ethnic identity as an ongoing process. Here, individuals or groups see themselves in different ways. Here, it is his or her situation that defines identity. It is understood as socially constructed. റെഫ്യൂജി ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഏറ്റവും യൂസ്ഫുള്ളായ ഒരു അപ്രോച്ചാണ് ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ച് എന്നാണ് പറയുന്നത്. ഈ അപ്രോച്ച് പറയുന്നതനുസരിച്ച് വംശീയ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ എത്നിക് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്.
ഈ അപ്രോച്ച് അനുസരിച്ച് റെഫ്യൂജീസ് കളക്റ്റീവ് ഗ്രൂപ്പായിട്ട് ജീവിക്കണമെന്നൊന്നുമില്ല. ഇവിടെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും താല്പര്യമാണ് പരിഗണിക്കുന്നത്. താനായിരിക്കുന്ന പുതിയ കൾച്ചറിൻ്റെ ഭാഗമാവാനാണ് ആ ഇൻഡിവിജ്വലിന് താല്പര്യമെങ്കിൽ അങ്ങനെ. അതായത് അവനോ അവളോ ആണ് തീരുമാനിക്കേണ്ടത് തൻ്റെ ഐഡൻറ്റിറ്റി ഇനി മുതൽ എങ്ങനെയുള്ളതാവണമെന്ന്. സൊസൈറ്റിക്ക് അനുസരിച്ച് ഈ റെഫ്യൂജീസിന് എങ്ങനെ വേണമോ അങ്ങനെ ആവാം. സോ ഈ അപ്രോച്ച് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ് എന്ന് നമുക്ക് പറയാം. പ്രൊട്ടക്ഷൻ ഓഫ് റെഫ്യൂജീസ്. What needs to be recognized is that refugee problems exist even today. The total number of refugees worldwide is near to 15 crores. During the last 3 years, lakhs of people fleeing from Syria were given asylum in Germany by Angela Merkel. During the Indo-Pak War of 1971, around 3 million Bangladeshis sought refuge in India. It may be now noted that the problem of refugeeism is too complex to be solved easily. റെഫ്യൂജി പ്രോബ്ലം ഇന്ന് നിലനിൽക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്ന് ലോകമാകമാനമുള്ള റെഫ്യൂജീസിൻ്റെ കണക്കെടുത്താൽ അത് ഏകദേശം 15 കോടിയോളം വരും. കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് മില്യൺസ് ഓഫ് പീപ്പിളാണ് സിറിയയിൽ നിന്ന് അഭയാർത്ഥികളായി ജർമ്മനിയിലേക്ക് പലായനം ചെയ്യപ്പെട്ടത്. പണ്ട് 1971 ഇൻഡോപാക് വാർ നടന്നിരുന്ന സമയത്ത് 3 മില്യൺ ബംഗ്ലാദേശീസ് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചത്. ഈ റെഫ്യൂജി പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നത് അങ്ങേയറ്റം കോംപ്ലക്സും ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് എന്ന് ഒന്നുകൂടി നമ്മുടെ ഓതർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സമ്മറി വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ലിറ്റർ ഹാഡിൽസ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ലെസൻ്റെ സമ്മറിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്.